ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആദിസ് വേൾഡ് യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതേപോലെ വാട്ടർ ലില്ലീസും ലോട്ടസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ കുറച്ച് വാട്ടർ ലില്ലീസിൻ്റെ ഒക്കെ കളക്ഷൻസ് കൊറിയർ വഴി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങും പിന്നെ വാട്ടർ ലില്ലീസ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളും പിന്നെ അതിനെ എങ്ങനെ നമുക്ക് കെയർ ചെയ്ത് കുറേ നാൾ അങ്ങനെ തന്നെ നിർത്താൻ പറ്റും. ചിലരൊക്കെ വീട്ടിലൊക്കെ വാങ്ങി നടാറുണ്ട് വാട്ടർ ലില്ലീസൊക്കെ, പക്ഷേ അതിലൊന്നും പെട്ടെന്ന് പൂക്കളൊന്നും വരാറില്ല. അപ്പോൾ പൂക്കളൊക്കെ വരാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഗൈസ്, ഇതാണ് നമുക്ക് കൊറിയർ വഴി കിട്ടിയിട്ടുള്ള ഒരു വാട്ടർ ലില്ലീസിൻ്റെ ബോക്സ്. അപ്പോൾ നമുക്ക് പതുക്കെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കൊറിയർ വഴിയൊക്കെ ലിവിംഗ് പ്ലാന്റ്സ് വാങ്ങുന്നത്. ഇതിൻ്റെ വളരെ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഒരു ബോക്സ് ഓപ്പൺ ആക്കുന്നത്. പൈസ പോയോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല, പ്ലാന്റിന്റെ അവസ്ഥ എന്താകും എന്നൊന്നും അറിയത്തില്ല. നമുക്ക് എന്തായാലും ഓപ്പൺ ആക്കി നോക്കാം. വാട്ടർ ലില്ലീസിന്റെ പ്ലാന്റ്സ് 4 അടങ്ങുന്ന ഒരു കോംബോ പാക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിനകത്ത് 4 കാണുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു പ്ലാന്റ്സ്. സംഭവം ഇതിന്റെ പാക്കേജിങ് കാണുമ്പോൾ അതുപോലെ തന്നെ 2-3 ദിവസത്തിന് ശേഷമാണ് കൈ കിട്ടുന്നതെങ്കിൽ അതിൽ ഒരു കേടുപാടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു പോവുകയോ ചെയ്യാത്ത രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാക്കിങ് ചെയ്താണ് അവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത് വാട്ടർ ലില്ലീസിന്റെ തന്നെ മിയാമി, മൈക്രാൻഡ, ക്യാപ്പൻസീസ്, അതുപോലെ നൻവാക് എന്നിങ്ങനെയുള്ള 4 വെറൈറ്റീസ് ആണ് ഞാനിപ്പോൾ വാങ്ങിയിരിക്കുന്നത്. നമുക്കിനി ഇതിനെ ഓരോരോ പോട്ടിലോട്ടായിട്ട് മാറ്റി നടാം. അപ്പം ഞാൻ പോട്ടിംഗ് മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് മണ്ണും ചാണകപ്പൊടിയാണ്. അപ്പം ഞാനിവിടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് നട്ടു കൊടുക്കാം. ഒരെണ്ണം ഞാനിവിടെ നമ്മുടെ സാധാരണ നഴ്സറികളിൽ നട്ടു വെക്കുന്നത് പോലെ ചെടിച്ചട്ടിയിലായിട്ട് പോട്ടിംഗ് മിക്സ് റെഡിയാക്കി അതിനകത്തേക്ക് നട്ട് ഡബിലോട്ട് ഇറക്കി വെക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ചെടിച്ചട്ടിയിൽ ഇതിപ്പോൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് മണ്ണും ചാണകപ്പൊടിയും വെച്ചിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇത് നട്ടു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡബിലെ വെള്ളം നിറച്ചു കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ ഈ ഒരു നൻവാങ്കിൻ്റെ ഈ ഒരു വലിയ തൈയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ നടാൻ പോകുന്നത്. ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഡബ്ബിൽ ഞാൻ പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഡബ്ബിൽ. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് നട്ട് കൊടുക്കാൻ പോവാണ്. ഒരുപാട് ആഴത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാതെ ജസ്റ്റ് ഒന്ന് മണ്ണിലോട്ട് ഒരു ചെറിയ കുഴി കുഴിച്ച് വെച്ച് നമ്മൾ നട്ട് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ചില്ല് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ നമ്മൾ താമര നടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ കൊറിയർ വഴി കിട്ടി നമ്മുടെ ചട്ടിയിലോട്ട് മാറ്റിയിട്ടായിട്ട് നട്ടേക്കുന്ന 4 ആമ്പലുകൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഡബ്ബിൽ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൽ പുതിയ പുതിയ ബഡ്ഡുകൾ വരാനായിട്ടും പെട്ടെന്ന് തന്നെ ഇലകളൊക്കെ പുതിയത് വരാനായിട്ടൊക്കെ നമുക്കൊരു 1 മാസം കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ചെടി ഈ ഒരു പോട്ടിൽ ഉറച്ചതിന് ശേഷം നമുക്കിതിന് നമ്മുടെ എല്ലുപൊടി വളമായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് പുതിയ പുതിയ ബഡ്ഡുകൾ വരും. അപ്പോൾ എല്ലുപൊടി നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മളൊരു ചെറിയ തുണി, കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറിലോ ആയിട്ട് 1 സ്പൂൺ അളവിൽ നമുക്ക്, പേപ്പറിലാണെങ്കിൽ പൊതിഞ്ഞോ 1 സ്പൂൺ അളവിൽ അല്ലെങ്കിൽ കിഴി കിട്ടിയോ നമുക്ക് ഈ ഒരു പോട്ടിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കുഴിച്ച് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.